കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ അപ്രതീക്ഷിത പ്രതിഷേധവുമായി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. പ്രിയങ്ക ഗാന്ധി, കെ.സി. വേണുഗോപാൽ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടക്കമുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള ചില എംപിമാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. അതീവ സുരക്ഷാ മേഖലയിൽ പ്രതിഷേധം ആരംഭിച്ചതോടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമരവേദിയിൽ എത്തി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പാർലമെന്റ് വർഷകാല സമ്മേളനം നടക്കുന്ന സമയമാണ്. ഇന്നലെയാണ് ആരംഭിച്ചത്. പക്ഷേ ഇന്നലെയും ഇന്നുമൊക്കെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് പാർലമെന്റിൽ. അത് രാജ്യസഭയിലും ലോക്സഭയിലും അതെ, പല വിഷയങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണോ ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് പിന്നിലും? രാജ്യതലസ്ഥാനത്ത് ഇത്തരത്തിൽ പ്രതിഷേധങ്ങളാൽ പ്രക്ഷുബ്ധമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായ നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുൻപിലേക്ക് ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഒന്ന്, ഇന്നലെ നടന്നിട്ടുള്ള സമരം, ഈ CJP സമരത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം. കാരണം ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് വരുന്നത്. ഈ വിഷയത്തിൽ അമിത്ഷാ മറുപടി പറയണം. ഒപ്പം രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ഈ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയൊപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, കോൺഗ്രസിന്റെ എംപിമാർ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആ മാർച്ചിൽ പങ്കെടുക്കുന്നു. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലേക്ക് എത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം നടത്തുന്നത്. പോലീസ് ആദ്യം എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കാതെ വന്നതോടുകൂടിയാണ് വലിയൊരു പ്രതിഷേധമായി ഇത് മാറിയത്. ഒപ്പം തന്ത്രപ്രധാന മേഖലയിലാണ് പ്രധാനമന്ത്രിയുടെ സെവൻലോ കല്യാൺ മാർഗിലെ വസതിയിൽ ഒരു പാതയിലാണ് പൂർണ്ണമായും ഇത്തരത്തിൽ കോൺഗ്രസ് കുത്തിയിരുന്നുകൊണ്ട് സമരം ആരംഭിച്ചത്. അത് സുരക്ഷാ സേനയെ സംബന്ധിച്ചേറെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് എത്രയും വേഗം അവിടെ നിന്ന് ആ പ്രതിഷേധക്കാരെ മാറ്റാനുള്ള ഒരു ശ്രമം ഡൽഹി പോലീസും സുരക്ഷാ സേനയും ചേർന്ന് നടത്തിയെങ്കിലും അതിലൊന്നും കൂട്ടാക്കാതെ അതിശക്തമായി തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ഈ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ നിൽക്കുകയാണ്. അതോടുകൂടിയാണ് ഒരു അനുനയ നീക്കം എന്നുള്ള രീതിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഈ സമരവേദിയിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുകയാണ്. ഈ സമരം നിലവിൽ അവസാനിപ്പിക്കുന്നതിന് ഏത് രീതിയിലുള്ള ഇടപെടൽ നടത്തണം എന്ന ചർച്ചയായിരിക്കും ജിതേന്ദ്ര സിംഗ് നടത്തുക. നേരത്തെ രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്താനായിരുന്നു കോൺഗ്രസ് തീരുമാനിച്ചത്. പക്ഷേ സ്പീക്കർ ഇടപെടുകയും സ്പീക്കർ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തി അത്തരത്തിലൊരു നീക്കത്തിൽ നിന്ന് പിന്തിരിയണം എന്നാവശ്യപ്പെട്ടതോടുകൂടിയാണ് രാഷ്ട്രപതി ഭവൻ മാർച്ച് കോൺഗ്രസ് ഒഴിവാക്കിയത്. അതിന് തൊട്ടുപുറകെ അത്തരത്തിലൊരു വലിയ അറിയിപ്പുകൾ നൽകാതെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. ശക്തമായ സമരമാണ്. അടുത്ത കാലത്ത് കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ സമരം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാനാകും. മുഴുവൻ എംപിമാരുണ്ട്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാര്, ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ഇത്തരത്തിൽ കുത്തിയിരുന്ന സമരം നടത്തുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം ജിതേന്ദ്ര സിംഗ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയെങ്കിലും അത്തരത്തിലൊരു ഈ സമരം പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രധാനമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ മറുപടി നൽകണം എന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതേസമയം ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ സമരം തുടരും എന്ന പ്രഖ്യാപനമാണ് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ളത്. ഇന്നലെ നടന്നിട്ടുള്ള സംഘർഷത്തിൽ ഇതിനോടകം തന്നെ പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. 70-ലധികം ആളുകളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ചിലരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുണ്ട്. മറ്റു ചിലർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പൊതുമുതൽ നശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 118-ലധികം ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും രാജ്യതലസ്ഥാനം ഒരു വലിയ പ്രതിഷേധങ്ങളിലേക്ക് വലിയ പ്രക്ഷുബ്ധമായി തന്നെ മാറുകയാണ്. പ്രത്യേകിച്ച് വർഷകാല സമ്മേളനം ആരംഭിച്ചതിന്റെ 2ാം ദിനത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസും പ്രതിഷേധവുമായി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. സുരക്ഷാ സേനയെ സംബന്ധിച്ച് ഏറെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം നോക്കിക്കാണുന്നത്. അതിനപ്പുറത്തേക്ക് രാജ്യത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തന്നെ ഏറെ നിർണായകമായ ഒരു സമരമാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നടക്കുന്നത്. മായ.
ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ അപ്രതീക്ഷിത പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി.